അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോരാൾ ഓരോ ഐറ്റം വെച്ച് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഷവർമ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന്. കുറേ കാലമായില്ല ഷവർമയെല്ലാം കഴിച്ചിട്ട്, അപ്പോൾ ഒരു കൊതി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി. അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റും കൂടി ഇല്ല ടാമിനൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി. അവിടെ പോയപ്പം എല്ലാവരും എത്തിയിട്ടുണ്ടായി, ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായി. അപ്പം അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും പെട്ടെന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കറക്റ്റ് 5:30 ആകുമ്പോൾ നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് ഇരുന്ന് നോമ്പ് തുറന്നത് നീതു പ്രാർത്ഥിച്ചിട്ട് ആണ് നോമ്പ് തുറന്നത്. കാരണം നീതു എല്ലാ ദൈവത്തിനെയും വിളിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ നോമ്പ് തുറന്നിട്ടാണ്. നല്ല അടിപൊളി പാർട്ടി ആയിരുന്നു. ഫുഡ് എന്ന് വെച്ചാൽ കട്ട്ലറ്റ് ഉണ്ടായി, പിന്നെ കസ്റ്റേർഡ്, ഫ്രൂട്ട് കസ്റ്റേർഡ്, പിന്നെ നമ്മുടെ ബത്തക്കയുടെ ജ്യൂസ്, പിന്നെ തരിക്കഞ്ഞി, പിന്നെ പക്കോട, അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിട്ടാണ്. അതെല്ലാം കഴിച്ച് നോമ്പ് തുറന്ന് പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ ഒട്ടും വയ്യാട്ടോ, വയറ് നിറഞ്ഞ് പൊട്ടാനായി. അങ്ങനെ ഞങ്ങൾ ഇത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കഷ്ടപ്പാടാണ് ഈ കാണുന്നുള്ളത്. കാരണം ഇവിടെ നമുക്കൊരു പാർക്കും ഓപ്പൺ ജിമ്മും സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയിട്ട് കുറേ സമയം കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് എന്തെല്ലോ കളി കളിച്ച് ഈ ഓണത്തിന് കളിക്കുന്ന കളിയെല്ലാം നമ്മൾ ഇന്നലെയും കൊണ്ട് കളിച്ച് തീർത്തിട്ടാണ്. നല്ല രസമായിരുന്നു. പിന്നെ ഷട്ടിൽ ബാറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആയിട്ടാണ്. എല്ലാവർക്കും ഷട്ടിൽ കളിച്ചു, കുറേ സമയം ഷട്ടിൽ കളിച്ചു. 2-3 മണിക്കൂർ ഷട്ടിലെല്ലാം കളിച്ച ശേഷം നല്ല വിശന്ന് അപ്പോഴേക്ക് നീതു വീഴുകയും ചെയ്ത്. അതോടുകൂടി ഞങ്ങൾ ഈ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ്. അവിടെ വീട്ടിൽ പോയപാട് മന്തിയെല്ലാം പൊട്ടിച്ച് അടിപൊളി മന്തിയായിരുന്നു. നീതു ചേച്ചിയും അമ്പി ചേച്ചിയും കൂടിയിട്ടാണ് മന്തി ഉണ്ടാക്കിയത്. അതെല്ലാം കൂടി നമ്മളെല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ടാണ് വീട്ടിൽ പോയത്.